നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർഫേസ് എന്ന ഒരു ഫീച്ചറാണ്. ഒരു ക്ലാസ് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമായും നിർദ്ദേശിക്കാൻ സാധിക്കും. ക്ലാസ് പോലെ തന്നെയാണ് ഇൻ്റർഫേസും വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇൻസ്റ്റൻസ് വേരിയബിൾ ഇതിലുണ്ടാവില്ല. കൂടാതെ ഇതിലെ മെത്തേഡുകൾക്ക് ബോഡി ഉണ്ടാകില്ല. ഇൻ്റർഫേസിൽ നമ്മൾ കോൺസ്റ്റൻസിനെ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മെത്തേഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണം, ഇൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ് എനിക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ അകത്ത് ആ ഇൻറ്റ് ഡാറ്റ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇൻ്റർഫേസിൽ എനിക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ്റർഫേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു ക്ലാസ്സിനോട് പറയുകയാണ് ഇത് ഇന്നത് ചെയ്യണം, ഇന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് നമ്മൾ ഫോഴ്സ്ഫുള്ളി പറയുകയാണ്. ഓക്കെ, ഇത് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ കൂടുതൽ തിയററ്റിക്കൽ പാർട്ടിലേക്ക് പോകുന്നില്ല. ഇതിനായിട്ട് നിങ്ങൾ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൽ main.java വന്നിട്ടുണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പുതിയൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ജാവ ക്ലാസ് കൊടുക്കുക. അതിൽ നിന്ന് നമ്മുടെ ഇൻ്റർഫേസിൻ്റെ പേര് കൊടുക്കുക, ബാങ്ക്. കൈൻഡ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ഇൻ്റർഫേസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇൻ്റർഫേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്ലാസ് കീവേഡിന് പകരം ഇവിടെ ഇൻ്റർഫേസ് എന്നാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ സേവിങ്സ് ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് ഫൈനൽ ഡബിൾ സേവിങ്സ് ഈക്വൽസ് 42,000 ആണ്. ഓക്കെ, ഇതൊരു ഫൈനൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഇത് ഫൈനലിൽ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതെന്താണ്? സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാനൊരു മെത്തേഡ്, എൻ്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഡബിൾ കാൽക്കുലേറ്റ് ഇൻകം. അതിൽ പാരാമീറ്റർ ആഡ് ചെയ്യുന്നു, ഡബിൾ ബോണസ്. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും, ഇതിനുള്ളിൽ ഞാൻ കോൺസ്റ്റൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ എനിക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ഇൻകം എന്നുള്ളതിനൊരു ഡെഫിനിഷൻ എനിക്കിവിടെ കൊടുക്കാൻ സാധിക്കില്ല. ഇതിന് ബോഡിയില്ല, ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, വെക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതെവിടെയായിരിക്കും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? മറ്റേതെങ്കിലും ഒരു ക്ലാസ്സിലായിരിക്കും ഞാൻ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഈ ഇൻ്റർഫേസിനെ യൂസ് ചെയ്യുക. അവിടെ ചെന്നിട്ടായിരിക്കും ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഈ കാൽക്കുലേറ്റ് ഇൻകം എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഞാൻ മറ്റൊരു ഇൻ്റർഫേസ് ഡിക്ലെയർ ചെയ്യുന്നു, ജാവ ക്ലാസ്. ഇൻ്റർഫേസിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു, ടാക്സ് എന്നാണ് എൻ്റെ ഇൻ്റർഫേസിൻ്റെ പേര്. ഇൻ്റർഫേസ് ചൂസ് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഡബിൾ കാൽക്കുലേറ്റ് ടാക്സ് ഡബിൾ ടാക്സ്. ഓക്കെ, അങ്ങനെ രണ്ട് ഇൻ്റർഫേസുകളാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ടാക്സും ഒന്ന് ബാങ്കും. ഞാൻ ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഇൻകം എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇൻകം. ഓക്കെ, ക്ലിക്ക് ചെയ്യുക, PSVM. ഇനി ഞാൻ എൻ്റെ
കാൽക്കുലേറ്റ് ഇൻകം അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ടാക്സ് എന്നീ മെത്തേഡുകളുടെ ബോഡി റൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിലായിരിക്കും. എനിക്ക് ഡയറക്റ്റ് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് ഇൻകം എന്ന ക്ലാസ്സിലേക്ക് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഇംപ്ലിമെൻറ്റ്സ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതൊക്കെ ഇൻ്റർഫേസുകളാണ് ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് ബാങ്കാണ്, അടുത്തത് ടാക്സ് ആണ്. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് എറർ വന്നിരിക്കുകയാണ്. കാരണം ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മസ്റ്റായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ആ ക്ലാസ്സിൽ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ നൽകാം. പബ്ലിക് ഡബിൾ കാൽക്കുലേറ്റ് ഇൻകം ഡബിൾ ബോണസ്. ഇതിൽ ഞാൻ എൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡബിൾ ടോട്ടൽ ഈക്വൽസ് ബോണസ് പ്ലസ് സേവിങ്സ്. ഓക്കെ, ഈ സേവിങ്സ് എവിടെ നിന്നായിരിക്കും റെഫർ ചെയ്തിരിക്കുക? എൻ്റെ ഇൻ്റർഫേസിൽ നിന്നാണ്. ഓക്കെ, ഏത് ഇൻ്റർഫേസിൽ നിന്നാണ്? ബാങ്ക് എന്ന ഇൻ്റർഫേസിൽ നിന്നാണ് ഈ സേവിങ്സ് റെഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? ടോട്ടലാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇനി അടുത്ത മെത്തേഡ് ഡിഫൈൻ ചെയ്യാം. പബ്ലിക് ഡബിൾ കാൽക്കുലേറ്റ് ടാക്സ്. അതിൻ്റെ അകത്ത് ഡബിൾ ടാക്സ്. ഇതിൽ ഞാൻ ടാക്സ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, എൻ്റെ എറേഴ്സ് എല്ലാം ഇപ്പോൾ പോയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ മെത്തേഡ്സുകളെല്ലാം എൻ്റെ ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റണം. അതായത് ഇൻകം എന്ന് പറയുന്ന ക്ലാസ്സിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അതിന് ഞാൻ ഇൻകത്തിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു ന്യൂ ഇൻകം. ഓക്കെ, അതിനുശേഷം ഞാൻ കറണ്ട് ടാക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഡബിൾ കറണ്ട് ടാക്സ് ഈക്വൽസ് ഇൻകം ഡോട്ട് കാൽക്കുലേറ്റ് ടാക്സ്. അതിലേക്ക് ഞാൻ 1000 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ എങ്ങോട്ടായിരിക്കും വരിക? കാൽക്കുലേറ്റ് ടാക്സിലേക്കായിരിക്കും വരിക. ഈ വാല്യൂ, ഈ 1000 എന്നുള്ള വാല്യൂ 1000.00 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. നമ്മളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ ബാലൻസ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഡബിൾ മൈ ബാലൻസ് ഈക്വൽസ് ഇൻകം ഡോട്ട് കാൽക്കുലേറ്റ് ഇൻകം എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് അവിടെ ഒരു ബോണസ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കണം. ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് 2000.10 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ നിന്ന് ഞാൻ എൻ്റെ ടാക്സ് കുറയ്ക്കുകയാണ്. കറണ്ട് ടാക്സ് സെമിക്കോളൻ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കറണ്ട് ബാലൻസ് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതിന് ഞാൻ എസ് ഔട്ട് ചെയ്യുന്നു. എസ് ഔട്ട് മൈ കറണ്ട് ബാലൻസ്
ഞാൻ എൻ്റെ ബാലൻസ് ഒന്ന് റൗണ്ട് ചെയ്യാൻ പോവാണ്. അതിന് മാത്ത് ഡോട്ട് റൗണ്ട് എന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് മൈ ബാലൻസ് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ഇത് റൺ ചെയ്യുകയാണ്. ഓക്കെ, എൻ്റെ കറണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 43,000 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു.